ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. പ്രാവിൻകൂട് ഷാപ്പ്. ഈ സിനിമ ഉണ്ടല്ലോ, ഷൈജു ഖാലിദ് എന്നുള്ള ഒരു സിനിമാറ്റോഗ്രാഫറുടെ അയാളുടെ വിഷനാണ് ഈ സിനിമ. ഡയറക്ടർ, റൈറ്റർ ശ്രീരാജ് ശ്രീനിവാസൻ. ആളുടെ സ്ക്രിപ്റ്റ് വൈസ് ഒരു ഓക്കെ സ്ക്രിപ്റ്റ് ആണ്. പിന്നെ എക്സിക്യൂട്ടീവ് വന്നപ്പോ അൻവർ റഷീദ് പ്രൊഡ്യൂസർ, എക്സിക്യൂട്ടീവ് വന്നപ്പോ എല്ലാവരും അഭിനയം ഓക്കെ കുഴപ്പമില്ല. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി ആയിട്ടാണ് ഒരു പ്ലേസ് ചെയ്തേക്കണേ. ഒരു മിസ്റ്ററി ത്രില്ലർ മൂവി. അതിനിടയിൽ ഒരു മേമ്പൊടിക്ക് ഇത്തിരി കോമഡിയൊക്കെ ചേർത്തിട്ടുണ്ട്. എനിക്ക് ഈ പടത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അതിന്റെ സിനിമാറ്റോഗ്രാഫിയും അതിന്റെ ആ ഒരു ആ ഫ്രെയിം, ആ ഒരു സിനിമയുടെ ഫ്രെയിം ഉണ്ടല്ലോ, ആ ഫ്രെയിം സെറ്റ് ചെയ്തേക്കണത് കിഡിലനായിട്ടാണ്. അതായത് ആർട്ട് വൈസ്, ടെക്നിക്കൽ വൈസ്, പടത്തിന്റെ എഡിറ്റിംഗ് വൈസ്, ഇതെല്ലാം പടം, അതായത് പടം ടെക്നിക്കലി പടം സൂപ്പറാണെന്ന് വെച്ചാൽ സൂപ്പറാണ്. അതായത് വിഷ്വലി നമുക്ക് കണ്ടിരിക്കാൻ വിഷ്വലി ഭയങ്കര ട്രീറ്റ് ആണ്. ലൈറ്റിംഗ് ആയിക്കോട്ടെ, ആ സിനിമയ്ക്ക് അവിടെ കൊടുക്കുന്ന ലൈറ്റിംഗ്, അതിന്റെ എഡിറ്റിംഗ്, സ്ലോട്ട്സ് കട്ട് ചെയ്തേക്കണത്, ഇതെല്ലാം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നല്ല ഒരു ബോഡി ഒഴുകി വരുന്ന സാധനമൊക്കെ ഉണ്ട്. പേഴ്സൺസിന്റെ ഇടയിൽ കൂടി ഒരു ബോഡി ഒഴുകി വരുന്ന സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ ഡീറ്റെയിലിംഗ് നല്ല കിട്ടിലും നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ പടത്തിന് എന്താ പ്രശ്നം വെച്ചാല്, ഇതിന്റെ ബേസ് എന്ന് വെച്ചാല് ഒരു ക്ലോസ്ഡ് റൂമിനകത്ത് ഒരു മർഡർ നടക്കുന്നു. ആ മർഡർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ഒരു പോലീസ് വരുന്നു. ആ പോലീസുകാരൻ ഇതിനകത്തോട്ട് ആഡാവുന്നതോടുകൂടി കഥാപശ്ചാത്തലമൊക്കെ മാറുന്നു. അയാൾ കുറച്ച് ബ്രില്യൻ പോലീസ് എന്ന് കാണിക്കുന്നു. പിന്നെ ഇതിൻ്റെതായിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ടല്ലോ, ആ മർഡർ നടന്ന സർക്കിളില് അവര് തമ്മിലുള്ള ഒരു അങ്ങനെയൊക്കെ ഒരു സംഭവം. കൂടുതൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ അതിന്റെ ഒരു എക്സ്പോസ്ഡ് ആയി പോകും, അതിന്റെ ഒരു സ്ക്രിപ്റ്റ് എക്സ്പോസ്ഡ് ആയി പോകും. ആ ഒരു എലമെന്റ് ഉണ്ട്, ആ എലമെന്റ് ആണ് പടത്തിനെ കൊണ്ടുപോണത്. ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഒരു ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ ആയിട്ട് വന്ന് കണ്ടിരിക്കാം. കുറെ പേരുടെ പെർഫോമൻസ് ഇങ്ങനെ കാണാം, കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഇങ്ങനെ പെർഫോമൻസ് കാണാം. അങ്ങനെ ഒരു സിനിമയാണ്. ഒരു ത്രില്ലർ മൂവി എന്ന് പറയുമ്പോൾ, കാറ്റഗറിയിൽ പറയുമ്പോൾ ശരിക്കും ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് വരണം. കാരണം ഒരു മർഡർ നടക്കുമ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഭയങ്കര നമുക്ക് അതിനകത്തോട്ട് അങ്ങനെ ഇറങ്ങി ചെന്ന് നമുക്ക് ആ ഒരു സാധനം കണക്ഷൻ എനിക്ക് ഇതിനകത്ത് കിട്ടിയില്ല. നമുക്ക് അതിന്റെ ഫീല് മനസ്സിലാക്കി, അതിന്റെ ഡെപ്ത് മനസ്സിലാക്കി, ആ ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് അങ്ങനെ ഇറങ്ങി ചെന്ന് ഒരു കണക്ഷൻ ഉണ്ടല്ലോ, നമുക്ക് ആ ക്യാരക്ടേഴ്സ് തമ്മിലൊരു കണക്ഷൻ ഉണ്ടല്ലോ, നമ്മളായിട്ട് കണ്ടിരിക്കുന്ന ആളായിട്ട്. ചില സിനിമകൾ നമ്മൾ കണ്ടിരിക്കുമ്പോൾ അതിനകത്തോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റും. നമുക്ക് നമ്മുടെ ചുറ്റോടെ നടക്കുന്ന ഫീൽ ആയിട്ട് വരും. ഇത് ആ ഒരു സംഭവം നമുക്ക് കിട്ടിയില്ല. ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടൊരു സിനിമ, കുറച്ച് ബൈൻഡിങ് ഫാക്ടേഴ്സ് കുറവായതുകൊണ്ട് കണക്ഷൻ ഇല്ലാതെ എന്തൊക്കെയോ പോകുന്ന ഒരു ത്രില്ലർ മൂവി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത്. പക്ഷെ ജസ്റ്റ് വൺ ടൈം വാച്ച് ചെയ്യാം, കണ്ടിരിക്കാം. എന്തായാലും കുഴപ്പമില്ല, കണ്ടിരിക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒന്നിന്റെ സാധനം എന്ന് പറഞ്ഞാല് ഫൈറ്റ് ഭയങ്കര ഓർഗാനിക് ആയിട്ട് തോന്നി. ഫൈറ്റ് കാര്യങ്ങളൊക്കെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട സീക്വൻസ് എന്ന് വെച്ചാൽ ഒരു ചേസിങ് സീക്വൻസ് ഉണ്ട്. ഒരു ബൈക്കിനെ ഒരു ബസ് ചേസ് ചെയ്തിട്ട് ഇടിക്കാൻ നോക്കണേ. കാരണം ഒരു ബൈക്കിന്റെ സ്പീഡിനേക്കാൾ ബസ് പോകില്ലേ, ബസ് സുഖമായിട്ട് ഇടിക്കാൻ പറ്റില്ലേ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അത് ഒരു ഇല്യൂഷൻ സീനാണെങ്കിലും ആ സീൻ എടുത്തേക്കണ രീതി, അതാ ഞാൻ പറഞ്ഞത്, ടെക്നിക്കലി ആ സീൻ എടുത്തേക്കണ രീതി ബ്രില്യന്റ്. അതായത് ഇന്ത്യൻ സിനിമകളിലൊന്നും അത്രയും ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ അത്രയും പെർഫെക്ഷനോടെ കൂടി അങ്ങനെ ഒരു സീൻ എടുത്ത് കാണില്ല. കാരണം അതുപോലത്തെ നല്ല കിടിലൻ സീനുകളായിരുന്നു. ആ സീൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ലിയോയിലൊക്കെ അങ്ങനത്തെ ഒരു സീൻ ഉണ്ടായിരുന്നെങ്കിൽ, ലിയോയിൽ നമുക്കൊരു ഫൈറ്റ് ചേസ് സീക്വൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര വീക്കായിരുന്നു. പക്ഷെ ഇങ്ങനെ വേണം ചെയ്യാനെന്ന് നമുക്ക് തോന്നിപ്പോവും. പിന്നെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, ആ ഫൈറ്റ് ഭയങ്കര ഒരു ഓക്കെ ഫൈറ്റ് ആയിരുന്നു. പിന്നെ ഒരു മാജിക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കണക്ട് ചെയ്ത് പോകുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ആർട്ട് ഡിപ്പാർട്ട്മെന്റും കൂടി കുറച്ച് നല്ല പണിയെടുത്തിട്ടുണ്ട്. അതും കൊള്ളാം എന്ന് തോന്നി. ജിത്തു ജോസഫിന്റെ ഡിക്റ്റേറ്റീവ് എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പടമൊക്കെ കേട്ട് റിലേറ്റ് ചെയ്യാൻ തോന്നി, ആ പടം ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞപ്പോ. അപ്പൊ ഓവറോൾ അങ്ങനെയൊക്കെയാണ് സിനിമ. ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം കമന്റ് ചെയ്യും.